ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ എന്നും കാരുണ്യം കാണിക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യം ഒരിക്കൽ കൂടെ ഓർക്കുന്നു. അങ്ങയുടെ കാരുണ്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ലോകത്തിൻ്റെ ഭാഗമാവുകയില്ലായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കാരുണ്യം സ്വീകരിച്ച് ഞങ്ങളും കരുണയുള്ളവരാവാൻ അവിടുന്ന് ഈ വചനധ്യാനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, ആവിലായിലെ തെരേസായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 9, 35 മുതലുള്ള തിരുവാക്യങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ് ആവിലായിലെ തെരേസയുടെ പുസ്തകങ്ങളും ചെറിയ കവിതകളുമൊക്കെ. സുന്ദരമായിട്ട് കവിത എഴുതുന്ന ഒരു ദൈവത്തിൻ്റെ പുത്രിയായിട്ടാണ് ആവിലായിലെ തെരേസയെക്കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആവിലായിലെ തെരേസയെക്കുറിച്ചൊക്കെയുള്ള ചില കവിതകളുടെയൊക്കെ ഒരു സമാഹാരം വിഭിന്നു പറയണ മോൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചെടുക്കുന്നത്. അപ്പം അതിൽ ഒരു നല്ല കവിത ഈ ആവിലായിലെ തെരേസ എഴുതുന്നതിൻ്റെ ഹെഡിങ് ഏതാണ്ട് ഇപ്രകാരമാണ്: ക്രിസ്തുവിന് ഇന്ന് ശരീരമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: ക്രിസ്തുവിന് ശരീരമില്ല, പക്ഷേ നമുക്ക് ശരീരമുണ്ട്, നമ്മുടെ ശരീരം ക്രിസ്തുവിനുള്ളത്. ക്രിസ്തുവിന് കണ്ണുകളില്ല, പക്ഷേ നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിന് വേണ്ടിയുള്ളത്. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കാനായിട്ട് അവന് കാൽപാദങ്ങളില്ല, അതുകൊണ്ട് നമ്മുടെ കാൽപാദങ്ങൾ അവന് എന്ന് തുടങ്ങുന്ന സുന്ദരമായ ഒരു കവിത. ഇപ്പോൾ ഈ ഒരു കവിത വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയ കാര്യം ഇങ്ങനെയാണ്: ക്രിസ്തു ചെയ്ത കാരുണ്യപ്രവൃത്തികൾ പോലെ നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ കാരുണ്യപ്രവൃത്തികൾ നിറവേറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോകമായിരിക്കും സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ മുഴുവൻ അറ്റ്മോസ്ഫിയറും സ്നേഹമുള്ളവരെ സ്വന്തമാക്കാനായിട്ട് മനുഷ്യന് സാധിക്കണമെങ്കിൽ ഒരൊറ്റ കുറുക്കു വഴിയേ ആവശ്യമുള്ളൂ: മനുഷ്യൻ കരുണയുള്ളവനാവുക എന്നത് മാത്രം. അതുകൊണ്ടാണ് ക്രിസ്തു നിരന്തരമായിട്ട് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നൊക്കെയുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സുവിശേഷത്തെ നമുക്ക് ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കണം: എൻ്റെ ഉള്ളിൽ എത്രത്തോളം കരുണയുണ്ട്. അത് 3 മേഖലകളായിട്ട് നമ്മളതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഒരു ബോധ്യം എന്നിലുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഞാൻ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് പ്രകൃതിയോട് ഞാൻ കാരുണ്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് മൂന്നാമത്തെ. ഈ 3 മേഖലകളെ ഒരല്പം സ്ഥിരീകരിച്ചുകൊണ്ട് ഈ വചനധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് ഇത് 3 കാര്യങ്ങളും ആപ്ലിക്കബിൾ ആണ്. കാരണം ക്രിസ്തു ഈ 3 കാര്യങ്ങളും ഒരുപോലെ പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ശക്തമായ ബോധ്യമുള്ള മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു എപ്പോൾ അത്ഭുതം ചെയ്യുന്നതിന് മുൻപും തൻ്റെ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി പറയുന്നത്: പിതാവേ, ഈ ജനതയുടെ മേൽ അവിടുന്ന് കാരുണ്യം കാണിക്കണമേ. ദൈവത്തിൻ്റെ കരുണയോട് ചേർത്ത് വെക്കുന്ന ഒരു ജീവിതമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ എന്നാണ് സുവിശേഷങ്ങളായ 4 സുവിശേഷങ്ങളും എഴുതി വയ്ക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലൊക്കെ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണുന്നുണ്ട്. ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാൾ അധികം ഈ പറയുന്ന യോഹന്നാൻ ശ്ലീഹ ഇഷ്ടപ്പെട്ടിരുന്നത് കാരുണ്യം കാണിച്ചിരുന്ന ക്രിസ്തുവിനോടാണ്. ഒരുപക്ഷെയൊക്കെ ഈ ഒരു അത്ഭുതങ്ങളുടെ കാലമൊക്കെ പെട്ടെന്ന് നമ്മളെ മടുപ്പിക്കും. പക്ഷെ എന്നും നിലനിൽക്കുന്നത് ക്രിസ്തു ചെയ്ത, ദൈവത്തോട് ചേർന്ന് ചെയ്ത കാരുണ്യത്തിൻ്റെ അറ്റ്മോസ്ഫിയറാണ് എന്ന് പറയാം.
അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒരു തിരുവചന ധ്യാനത്തിൽ ഒരു ചോദ്യമായിട്ടുള്ളത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരുണയോട് ചേർത്ത് വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവം കാരുണ്യം കാണിക്കും എന്ന ബോധ്യത്തോടു കൂടെയാണോ ഞാൻ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം. പലപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് കിട്ടുമെന്ന ബോധ്യമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്ത മനുഷ്യരാണ് ഒരുപക്ഷെ ഈ നാടിനെ ശാപഗ്രസ്തമാക്കുന്നത് എന്ന് ചുരുക്കം. ആ യൂദാസിന് സംഭവിച്ച പരിക്ക് എന്ന് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ കരുണയോട് തൻ്റെ ജീവിതവും തൻ്റെ കരുണയും ചേർത്ത് വെച്ചില്ല എന്നുള്ളതാ. പത്രോസിന് സംഭവിച്ചത് അപകടം തന്നെയാണ്, തെറ്റ് തന്നെയാണ് പത്രോസും ചെയ്തത്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ കരുണയോട് തൻ്റെ കരുണ ഇങ്ങനെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ആ സുവിശേഷത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ചൈതന്യമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ആദ്യത്തെ ഭാഗം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്നു മുതൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ധ്യാനമുള്ളവരായിരിക്കണം. ദൈവം എന്നോട് കാരുണ്യം കാണിക്കും എന്ന ഒരു ബോധ്യം സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് സുവിശേഷം. നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളുടെ കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കണില്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു ദുരന്തം ഓർക്കുക. 5 പേരുടെ കുടുംബമാണ് ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യണേ. ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ അത്രയും സങ്കടപ്പെടുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് ആലോചിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് ആ കുടുംബനാഥന് സാധിച്ചില്ല എന്നുള്ളത് സങ്കടം പറയുന്നേ. ദൈവം കാരുണ്യം കാണിക്കുമെന്ന ബോധ്യമില്ലാതെ ജീവിക്കുന്നവർക്ക് സ്നേഹമുള്ളവരെ അപകടങ്ങൾ പെരുമഴക്കാലം പോലെ പെയ്തിറങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഓർക്കണം, എൻ്റെ ദൈവം കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവമാണെന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കണം എന്നുള്ളത്. അതൊരു പക്ഷേ എൻ്റെ മരണത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും എൻ്റെ ദൈവം എന്നോട് കാരുണ്യം കാണിക്കും. ഇന്നോ നാളെയോ എന്നോ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ദൈവം കാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് എൻ്റെ മേൽ സമൃദ്ധമായി കാരുണ്യം ഒഴുക്കും എന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് സ്നേഹമുള്ളവര് മനുഷ്യൻ കൃപയുള്ള മനുഷ്യനായിട്ട് തീരുന്നത്, ഈ നാട് സ്വർഗമായിട്ട് തീരുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് എല്ലാവർക്കും ധ്യാനിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാ. ക്രിസ്തു ചെയ്തത് അവൻ അവൻ്റെ സഹോദരങ്ങളോട് കാരുണ്യം കാണിച്ചു എന്നുള്ളതാണ്. അവൻ ആരൊക്കെ കാണുന്നോ അവർക്കെല്ലാവർക്കും ആവശ്യത്തിലധികം കാരുണ്യം നൽകി എന്നുള്ളതാണ്. ഈ ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊള്ളുന്നുണ്ട് സ്നേഹമുള്ളവരെ. കണ്ണിൽ നിന്ന് കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങിയ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുന്നേ. അതിൻ്റെ കാരണം കരുണയില്ലാത്ത മനുഷ്യരുടെ നാട് എന്നുള്ളതിൻ്റെ സങ്കടം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്രിസ്തുമസിൻ്റെ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് എൻ്റെ ഇടവകയിൽ ഒരു മോനിങ്ങനെ 19-20 വയസ്സുള്ള മോനാ, കോളേജ് വിട്ട് ബൈക്കുമ വന്നതാ. അവനറിയാതെ വണ്ടിയിൽ നിന്ന് പിടഞ്ഞ് തെറിച്ച് വീണതാ. അവനെടുക്കാനായിട്ട് സ്നേഹമുള്ളവരെ ആ റോട്ടിലൂടെ ആരും ഉണ്ടായില്ല എന്ന് പറയണേ. ആദ്യം വന്ന ഒരു ക്രിസ്ത്യാനി അതിലൂടെ കടന്നുപോയെന്ന് പറയണേ. കാറിൽ കുരിശൊക്കെ കണ്ടതാ. അവിടെ നിൽക്കുന്ന മക്കൾ പറഞ്ഞതാ, ആച്ചാ ഞങ്ങളൊരു ക്രിസ്ത്യാനി വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ കയറ്റിക്കൊണ്ടുവന്ന് വിചാരിച്ച് ഞങ്ങൾ അവനെടുത്ത് ആ വണ്ടിയുടെ അവിടേക്ക് കൊണ്ടുപോയതാ. ചോരയിൽ കുളിച്ച് നിൽക്കണ കുട്ടി. ചോര ഇങ്ങനെ എത്രത്തോളം ഒഴുകിപ്പോയി എന്നുള്ളത് അറിയില്ല. അതുപോലെ ഞങ്ങളുടെ കയ്യിലൊക്കെയുള്ള ചോരയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വണ്ടിക്കാരൻ ഞങ്ങളെടുത്ത് ചോദിച്ചപ്പോൾ ആ വണ്ടിയുടെ ഉള്ളിൽ കുരിശ് രൂപം കണ്ടതാ. ഞങ്ങൾ ഒന്ന് കയറ്റി ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല അച്ഛാ. എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഈ മോൻ്റെ ബ്ലഡ് വീഴുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ, എവിടെയാ കാരുണ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? എന്ത് കാരുണ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണേ? അവസാനം ഈ ചെറിയ മക്കൾ പറയായിരുന്നു, ഞങ്ങൾ ഈ കുട്ടി അപകടം നടന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ കരഞ്ഞിട്ട് പറയാ, അച്ഛാ എന്നിട്ട് അവസാനം ഈ മോനെ കൊണ്ടുപോയതേ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ആടുമാടുകളെ കൊണ്ടുപോകണ പോലെ ഈ മോൻ്റെ കൈയും കാലും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി എന്ന് പറയാ. 21 ദിവസം കിടന്നു സ്നേഹമുള്ളവരെ മെഡിക്കൽ ICUയുടെ ഉള്ളിൽ. ഈ മോൻ ജെറി എന്ന് പേരായിട്ടുള്ള എൻ്റെ ഇടവകയിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മോൻ, ഒരു തെറ്റും ചെയ്യാത്ത പോലെയുള്ള അത്രയും പാവം മകനായിരുന്നു അവൻ. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന, പ്രാർത്ഥിക്കുന്ന, ഏത് ചീത്ത ശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന അത്രയും ഒരു ചൈതന്യമുള്ള മോനാ. 21 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു സ്നേഹമുള്ളവരെ, ഇടവക ജനം മുഴുവൻ പ്രാർത്ഥിച്ചു. അത് കഴിയുമ്പോഴൊക്കെയുള്ള സങ്കടം എങ്ങനെയാ? അവൻ്റെ മരണം കഴിഞ്ഞ് കിടക്കാനായിട്ട് റൂമിലേക്കൊക്കെ വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ട് ഓർത്ത കാര്യം എങ്ങനെയാണ്? ഒരുപക്ഷെ അവൻ്റെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേനെ, ഒരുപക്ഷെ ഞങ്ങൾക്ക് അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയേനെ. ആ ഒരു മുൻപ് പോയ വാഹനത്തിൽ അവനെ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രക്തത്തിൽ നിന്ന് അവനെ രക്ഷിക്കായിരുന്നു, അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കായിരുന്നു.
ചതഞ്ഞരഞ്ഞ ശരീരമാണ് ഈ 21 ദിവസം നോക്കിക്കൊണ്ടിരിക്കണേ. അവൻ്റെ അപ്പനും അമ്മേനെയും നോക്കി കരച്ചിലല്ലാതെ വേറൊന്നും വരുന്നില്ല. എന്നിട്ട് ഓർക്കായിരുന്നേ, ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഒരുപക്ഷെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. എൻ്റെ സ്നേഹമുള്ളവർ, എവിടെയാണ് നമ്മളുടെ കാരുണ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ എത്രത്തോളം എത്തിയിട്ടുള്ളത്? നമുക്കൊന്ന് തിരിച്ചു വരണം സ്നേഹമുള്ളവരെ. ഈ ബൈബിളൊക്കെ നമ്മളുടെ അടുത്ത് നമ്മളത് വായിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, മനുഷ്യരുടെ അടുത്ത് ഒരല്പം കൂടെ കാരുണ്യം കാണിക്കാൻ പറ്റുക. ഞാൻ ഈ ഒരു വചനമേശയിൽ നിന്ന് 4-5 ടോക്കുകൾ പറയുന്ന ദിവസങ്ങളിൽ ഒരു ടോക്ക് ഇപ്പോഴും കാരുണ്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇത്രയധികം പറഞ്ഞിട്ടും ഇത്രയധികം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും തീരാത്തതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു കരുണയുടെ അംശം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാ. ഇപ്പോഴും സ്നേഹമുള്ളവർ, 1 മിനിറ്റിൽ ഭക്ഷണം കഴിക്കാത്തവരുള്ള നാടൊക്കെ തന്നെ നമ്മുടെ. എന്നിട്ടും സങ്കടമാണ് ചില ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പേക്കൂത്തുകൾ പോലെയുള്ള കാര്യങ്ങൾ. വലിയ വലിയ ഇന്റർനാഷണൽ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കുട്ടികളുടെ മാമോദീസ ആഘോഷിക്കുന്നവരും ഈ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സാധാരണ ഒരല്പം ചുരുക്കാൻ പറ്റാതെ ഇത്ര വലിയ മേഖലയിലൊക്കെ കാര്യങ്ങൾ നടത്തുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ആരോടാ കാരുണ്യം കാണിച്ചിട്ടുള്ളത്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ പറ്റും, വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു വൃദ്ധമന്ദിരത്തിലോ ഏതെങ്കിലും ഒരു ഓഫനേജിലോ പോകുന്നുണ്ട് എന്നുള്ളത്? എൻ്റെ ദശാംശത്തിൻ്റെ 1% ഞാൻ മാറ്റിവെച്ച് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും കൈപിടിച്ച് ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവരുടെ കൂടെയുള്ള മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറയാൻ ചങ്കൂറ്റുണ്ട് സ്നേഹമുള്ളവരെ. അവൻ്റെ ഉള്ളിൽ ഈ ഒരു തലം കൂടിയുണ്ടെന്നുള്ളത് സ്നേഹമുള്ളവരെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റട്ടെ. ഇന്നും ഈ നാടിങ്ങനെ നിലനിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് തോന്നുന്നത് അങ്ങനെ കാരുണ്യം കാണിക്കണ ചില മനുഷ്യരെങ്കിലും നമ്മുടെ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ്. ചിലരെങ്കിലും ഒക്കെ അങ്ങനെ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഓർക്കണത് കിഡ്നിയൊക്കെ ഡൊണേറ്റ് ചെയ്ത അച്ഛനാ. ആ ചെറുമലച്ചനോടൊക്കെ നമുക്ക് ഇപ്പോഴുള്ളൊരു ആദരവൊക്കെ ഇങ്ങനെയാണ്. അച്ഛനിങ്ങനെ ഓരോ വചനം പറയുമ്പോഴും പറയും, കിഡ്നി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചട്നിയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അച്ഛനിങ്ങനെ പറയുമ്പോൾ അച്ഛനുള്ള ഒരു ആധികാരികത എന്ന് പറയുന്നത് ചങ്ക് പൊളിച്ച് കൊടുത്തിട്ടുള്ളതാ. കിഡ്നി ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഒരല്പമെങ്കിലും കാരുണ്യം കാണിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക സ്നേഹമുള്ളവരെ. ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു നെഞ്ചിൽ കൊള്ളണം നമ്മുടെയൊക്കെ. ഈ തിരുവചനം നമ്മുടെ അടുത്ത് നെഞ്ചിൽ കൊള്ളുന്ന പോലെ എങ്ങനെയാണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി, അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരായിരുന്നു എന്ന് കണ്ട് ഈശോ അവരുടെ മേൽ അലിവ് കാണിക്കുന്ന ഒരു ജീവിതം. മദർ തെരേസനെയൊക്കെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വിശുദ്ധരാക്കി നമ്മളെ എപ്പോഴും ചർച്ച ചെയ്യണതല്ലേ? 56,000-ലധികം മനുഷ്യരെ മദർ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെന്നാ പറയുന്നേ. 56,000 മനുഷ്യരെ തൊടുമ്പോൾ അമ്മയുടെ കൈ ചിന്തിച്ചിട്ടില്ല എനിക്ക് എയ്ഡ്സ് വരുമെന്നോ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുന്നു ചിന്തിച്ചിട്ടല്ല അമ്മ ചെയ്തിട്ടുള്ളത്. എനിക്ക് സാരമില്ല, അവരുടെ അടുത്ത് കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത നിയമം എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് ഈ പാവപ്പെട്ട കന്യാസ്ത്രീ ഇരുന്ന് ചങ്കുരുകി പ്രാർത്ഥിച്ചിട്ട് ഇവരെ കൈപിടിക്കുക. അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ കൈമ വല്ല ഗ്ലൗസ് ഇട്, ഒരുപക്ഷെ ഈ കൈയൊന്നും മുറിഞ്ഞോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ പറയുന്ന ഈ കണ്ടേജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മാരകമായിട്ടുള്ള രോഗ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയണത് എങ്ങനെയാണ്? കാരുണ്യം കാണിക്കുന്നവനെ ദൈവം കൈവിടില്ല. നമുക്കിങ്ങനെ വേണം സ്നേഹമുള്ളവർ. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങൾ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ചെറിയ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക സ്നേഹമുള്ളവരെ. നമ്മുടെ മക്കളുടെ കയ്യിലൊക്കെ കുറച്ച് പൈസ എടുത്ത് വീട്ടിലേക്ക് വരുന്ന ഭിക്ഷാടകർക്ക് കൊടുക്കാൻ പറയേ, അവരെ കൊണ്ട് കൊടുപ്പിക്കുക. അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുത്താനായിട്ട് തുടങ്ങുമ്പോഴാണ് സ്പിരിച്വാലിറ്റി പൂർണ്ണമാവുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്കൊരു വല്ലാത്ത സ്നേഹവും ആദരവും ഉണ്ട്. ഒരു ആദരവിൻ്റെ ഒരു കാരണം, അമ്മ ഇങ്ങനെ ഒരു ചെറുപ്പത്തിൽ പോലെ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അത്രയും മുട്ടിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ സമയത്തും അമ്മ കാണിച്ചിരുന്ന ഒരു കാരുണ്യപ്രവൃത്തി എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല. പക്ഷെ ആ കാരുണ്യപ്രവൃത്തിനെ കർത്താവ് കണ്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിന്ന്. എനിക്ക് ഓർമ്മയുണ്ട് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. അത് അത്രയും ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ തന്നെ ഒരു കസിൻ തീരെയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരാം. ഒരു ദിവസം അല്ല നിൽക്കാൻ വരുന്നതേ, ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആരും ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവുക. എത്ര നാളാന്ന് പോലും അറിയാത്ത രീതിയിൽ. അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങൾക്ക് പരിചയമുള്ളവരും കുറച്ച് പേര് പറഞ്ഞു, എടാ നിനക്ക് തന്നെ 3 നേരം കഴിക്കാനില്ല, പിന്നെ നീ എങ്ങനെയാ ഇവനെ അഫോർഡ് ചെയ്യണത്? ഇവനെ നിനക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയാ, സാരില്ല, ഉള്ളത് എന്താണോ അവനെ കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവർ ഒരു 10-12 വർഷക്കാലം ആ സഹോദരനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക.
അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ? അപ്പം അമ്മ പറയണ കാര്യം, എൻ്റെ മോനെ നീ കാരുണ്യം കാണിക്കുമ്പോൾ അത് നിനക്കായിരിക്കില്ല, നീ നിൽക്കുന്ന മേഖലയിലുള്ളവർക്ക് അത് കാരുണ്യത്തിൻ്റെ അടയാളമായിട്ട് തീരും. നീ ഒരു കാര്യം ചെയ്തോ, ഒരുപക്ഷെ നിനക്കായിരിക്കില്ല ഈ കാരുണ്യത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ പോകുന്നത്, പക്ഷെ നീ ആർക്ക് വേണ്ടി ചെയ്തോ അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിന്. ഞാൻ ഇന്ന് അറിയുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത്, ഒരു സ്വകാര്യ വളരെ പേഴ്സണലായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അമ്മ അന്ന് ഈ പറയുന്ന സഹോദരന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇല്ലായ്മയിൽ നിന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനെ നിനക്കൊരിക്കലും വിശപ്പുണ്ടാവില്ല, നിനക്ക് വിശക്കേണ്ടി വരില്ല, നീ കൈ നീട്ടേണ്ടി വരില്ല, കാരണം നിൻ്റെ അമ്മയായ ഞാൻ ഇല്ലായ്മയിൽ ഇവനെ സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അറിയണ സത്യം എന്താണെന്നറിയോ സ്നേഹമുള്ളവരെ, പട്ടം കിട്ടിയിട്ട് ഈ 5 വർഷം കൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നിനും പോകണ്ട. എൻ്റെ ഇടവകയിലുള്ള നല്ല മനുഷ്യർ 100 വീടുണ്ടെങ്കിൽ 100 വീട്ടുകാരും ഓരോ ദിവസവും ഭക്ഷണം തരുമ്പോൾ അത് കഴിക്കുമ്പോൾ ഞാൻ അറിയണ കാര്യമുണ്ട്, എൻ്റെ അമ്മ അന്ന് കാണിച്ച കാരുണ്യത്തിന് ഞാനാണ് അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. എനിക്കിന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 5 പൈസ ചിലവില്ല. എൻ്റെ ഇടവകയിലുള്ള നല്ല മനുഷ്യർ ഓരോ ദിവസം അച്ഛൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തരുന്ന സ്നേഹം കാണിക്കുമ്പോൾ അത് ഇറ്റ് ഇസ് നോട്ട് മൈ മെറിറ്റ്, ഇതെൻ്റെ കഴിവോ എൻ്റെ ഒന്നുമല്ല, എൻ്റെ അമ്മ കാണിച്ച ഒരു കാരുണ്യ പ്രവൃത്തിക്ക് ദൈവം നൽകുന്ന കൃപയാണെന്ന് തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരുടെ അടുത്ത് ഈ ഒരു വചനധ്യാനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കാരുണ്യം കാണിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നീ നിൻ്റെ കുടുംബത്തിന് ഇല്ലാത്ത അവസ്ഥയിലൂടെയാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നിൻ്റെ കുടുംബത്തിന് ബ്ലെസ്സിങ് കൊണ്ട് അവിടെ നിന്ന് നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് മാറുന്നത് കാണും. നമുക്ക് സ്നേഹിക്കാനായിട്ടും അങ്ങനെ മറ്റുള്ളവർ പ്രതിഫലം കൂടാതെ സ്നേഹമുള്ളവരെ കാരുണ്യം കാണിക്കാൻ പറ്റണം. എനിക്ക് തൃശ്ശൂർ അതിരൂപതയിൽ ഒരു അച്ഛനെ കൂടെ ഒരു ആദരവും സ്നേഹമൊക്കെ ഉണ്ട്. അച്ഛനോടുള്ള സ്നേഹം എന്താണെന്നറിയോ? അച്ഛൻ്റെ കിഡ്നി ദാനം ചെയ്ത അച്ഛനാ. അച്ഛൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലും ഈ ഒരു വചനം പറയുമ്പോൾ ഞാൻ അതിന് മുൻപ് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്തോട്ടെ? ഇതൊന്നും വേണ്ട, അതുപോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ ഇങ്ങനെ നിസാരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. സങ്കടം എന്താണെന്നറിയോ? ഈ കിഡ്നി കൊടുത്ത മോൻ 10-25 വയസ്സുള്ള മോനാ. അവനിത് കിഡ്നി സ്വീകരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതായത് അച്ഛൻ കൊടുത്തത് ഒക്കെ വൃഥാവിലായതുപോലെയാണ് അച്ഛൻ്റെ ജീവിതം. എന്നിട്ട് അച്ഛൻ പറയാ, അതിലൊന്നും എനിക്ക് സങ്കടമില്ല, എനിക്ക് ചെയ്യാനുള്ള കാരുണ്യം ഞാനത് ചെയ്യും. അതിന് മറ്റുള്ളവരെ അറിയിച്ചോ മറ്റുള്ളവരെ കൊട്ടിഘോഷിച്ചിട്ടോ ഒന്നുമല്ല സ്റ്റാഴ്സ, അതിനൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ കർത്താവ് കാരുണ്യം കാണിച്ചതുപോലെ എനിക്ക് കാരുണ്യം കാണിക്കാൻ പറ്റണം. എന്നിട്ട് പറയാ, അങ്ങനെ ഞാൻ അന്ന് ചെയ്തതിൻ്റെ കൃപകൾ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാരും അറിയിക്കാതെ ആരും കാണിക്കാതെ ഞാൻ ചെയ്ത ആ ഒരു നന്മ പ്രവൃത്തിക്ക് കർത്താവ് ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല ശ്രോതാക്കളുടെ അടുത്ത്, കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകമുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാരുണ്യം കാണിക്കാൻ പറ്റണം. ദശാംശവും ശതാംശവും ഒക്കെ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം സ്നേഹമുള്ളവരെ. നമ്മുടെ മുൻപിൽ ഇനി ആരും മരിക്കാൻ ഇടവരുത്തരുത്, ഭക്ഷണം കിട്ടാതെയും വേദനിച്ചും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചപ്പോൾ അതിലൊരു വാചകം എങ്ങനെയാണ്? കുടുംബം ആത്മഹത്യ ഇതിൻ്റെ കുറിപ്പ് വായിച്ചതാ. ഞങ്ങൾക്ക് ആരുമില്ലാത്തതിൻ്റെ പേരിൽ, സഹായിക്കാൻ ഒരു കരമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു പോവാം. ഇനി നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ ഉണ്ടാവരുത്. ഇനി നമ്മുടെ പരിസരങ്ങളിൽ അങ്ങനെ ആരും മരിക്കരുത്, ഞങ്ങളില്ല ആരുമില്ല എന്ന് പറയുന്നതിൻ്റെ വേദനയിൽ മരിച്ചു പോകാൻ ഇടവരുത്തരുത് സ്നേഹമുള്ളവരെ. ആ ബെത്സയിലെ കുടക്കരയുടെ രോഗിയുടെ സങ്കടം പോലും അതല്ലായിരുന്നേ. വെള്ളം ഇളകുമ്പോൾ ആരും ഒന്നങ്ങോട്ട് കൊണ്ടുപോകണില്ലല്ലോ, ഒരാളും എന്നെ കൊണ്ടുപോകണില്ലല്ലോ എന്ന് പറയുന്ന ഒരു സങ്കടം. അങ്ങനെ ഈശോ പറഞ്ഞു, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനുണ്ട് നിൻ്റെ അടുത്ത് കാരുണ്യം കാണിക്കുന്ന. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മൈ ഡിയർ സൺ? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കണേ. നമുക്ക് ഇന്നോട്ട് അങ്ങനെയൊന്ന് ജീവിക്കാൻ ഒക്കെ പോട്ടെ, ഒന്നും വേണ്ട, ഒക്കെ ശൂന്യമാവട്ടെ, ഒരു പ്രതിഫലവും ഇല്ലാത്ത രീതിയിൽ ജീവിതം അവസാനിപ്പിച്ച് പോട്ടെ, പക്ഷെ അതിനപ്പുറത്ത് ഒരു കൃപയുണ്ടാകും എന്ന് തിരിച്ചറിയട്ടെ. പിന്നെ 3-ാമത്തെ കാര്യം, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രകൃതിയോടൊരു കാരുണ്യം നമ്മൾ കാണിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നല്ലൊരു പുസ്തകമില്ലേ, ലൗദാത്തോ സി? അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഴുവൻ വ്യാഖ്യാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഒറ്റ വാക്കിൽ നമുക്കത് സംഗ്രഹിക്കാം. പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് എന്ന് മാത്രമാണ്. പ്രകൃതിയുടെ മേലുള്ള കടന്നാക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ പ്രകൃതിയുടെ അടുത്ത് കാരുണ്യം കാണിക്കാത്തതിൻ്റെ പേരിലല്ലേ സ്നേഹമുള്ളവരെ ഇത്രയും വരൾച്ച നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ? മണ്ണൊലിപ്പ്, മണ്ണെടുത്ത് മാറ്റുന്ന അവസ്ഥകൾ, മരങ്ങളൊക്കെ ഇങ്ങനെ നിർദാക്ഷിണ്യം എന്ന് പറയുന്ന രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഒക്കെ ഈ ഒരു കൾച്ചറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു പുതിയ എൻവയോൺമെൻ്റൽ സ്പിരിച്വാലിറ്റി നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. പ്രകൃതിയോട് കാരുണ്യം കാണിക്കുന്ന,
ചെറുതായിട്ട് കാര്യങ്ങളെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു തിരുവചനം കേട്ടിട്ട് ഒന്നെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓർക്കുക, എൻ്റെ ഇടവകയിലൊരു കുടുംബത്തോട് നമുക്കൊരു വല്ലാത്ത സ്നേഹമുണ്ട്. എന്തുകൊണ്ട് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ദിവസം വീട് വെഞ്ചിരിപ്പിനായിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് കാണുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും കുറേ ചെറിയ ചെറിയ ചട്ടികളിൽ നിറച്ച് വെള്ളം വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്താ വീട്ടിൽ പരിസരങ്ങളിൽ മുഴുവൻ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നത്, എന്താ, ആർക്കത്? അപ്പം ഈ പറയണ ആ കുടുംബത്തിലുള്ള ഷീബ എന്ന് പറയണ ചേച്ചിയും മോള് ജൂനിയൊക്കെ എൻ്റെ അടുത്ത് പറയാ, അച്ഛാ ഇത് ഞങ്ങൾക്കല്ല. പിന്നെ ആൾക്ക് ഇങ്ങനെ ഇങ്ങനെ വെള്ളം വെച്ചേക്കണത് ഒരു ഭംഗിയില്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയണത്, ഏതൊക്കെയോ കിളികൾ വന്ന് എല്ലാ ദിവസവും വെള്ളം കുടിച്ച് പോകണ്ട അച്ഛാ. ഈ കൊടുംവേനലിനെ അതിജീവിക്കാനായിട്ട് ഈ പരിസരത്ത് വെള്ളമില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നന്മയാന്ന് പറഞ്ഞിട്ട് ഇവർ ചെറിയ ചെറിയ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് വെക്കുക. എന്നിട്ട് ഇവർ പറയാം, രാത്രിയാകുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ വെള്ളം തീരുന്നുണ്ട് അച്ഛാ. അപ്പം ദാഹിക്കണ കുരുവികളും ദാഹിക്കണ കിളികളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. നമുക്കിങ്ങനെ ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഈ കുളിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് എത്രത്തോളം? പൈപ്പൊക്കെ ഇങ്ങനെ തുറന്നു വിടുകയല്ലേ. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ സങ്കടം കണ്ടല്ലോ, ഒരു ടാങ്കർ ലോറി നിറച്ചു വെള്ളം കൊണ്ടുവന്നത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിട്ട് അത്രയും വെള്ളം നശിപ്പിക്കുന്ന ഒരു ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്. വരും കാലങ്ങളിൽ നമ്മൾ ഇതേ ദുരന്തം അനുഭവിക്കാൻ പോവാ. അപ്പോൾ കർത്താവ് പറയണ വചനമൊക്കെ ഇങ്ങനെ ഓർക്കണം. കാരുണ്യം അത് സഹജീവികളോട് മാത്രമല്ല, പ്രകൃതിയോട്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ലൗദോത്ത് സിയുടെ തിരുവചനത്തിലൂടെ ആ ഒരു വാക്കുകൂടിയൊക്കെ ഒന്ന് ഓർത്ത് അവസാനിപ്പിക്കുക. പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്, പ്രകൃതിയോട് അല്പം കാരുണ്യം കാണിക്കണം. വെള്ളമാവട്ടെ, അല്ലെങ്കിൽ മണ്ണാവട്ടെ, മരങ്ങളാവട്ടെ, നമ്മളായിട്ട് നശിപ്പിക്കല്ലേ. ഒരു മരം മുറിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു മരം നടുന്ന രീതിയിലേക്കെങ്കിലുള്ള ഒരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുത്താനായിട്ട് പറ്റണം. ദൈവത്തിൻ്റെ കാരുണ്യത്തോട് നിൻ്റെ ജീവിതം ചേർത്ത് വയ്ക്കുക. മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നവനാവുക. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിക്കുക. അങ്ങനെയാവുമ്പോൾ കർത്താവ് കാണിച്ചതുപോലെയുള്ള ഒരു അലിവിൻ്റെ സംസ്കാരം രൂപപ്പെടും. നമുക്കൊരു മിനിറ്റ് കണ്ണുകളടച്ച് കരങ്ങൾക്കൊപ്പം, കർത്താവേ, എൻ്റെ ജീവിതം വഴിയായി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാനുള്ള ഒരു തുറവി എനിക്ക് നൽകണമേ. മറ്റുള്ളവരെ സഹായിക്കുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു ആത്മീയത അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ആവിലായിലെ തെരേസ പറയുന്നത് പോലെ, ഇനി മുതൽ ക്രിസ്തുവിൻ്റെ കരം എൻ്റെ കരമാണ്. ക്രിസ്തുവിന് നടക്കാൻ കാൽപാദങ്ങളില്ലെങ്കിൽ എൻ്റെ പാദങ്ങൾ എൻ്റെ ഈശോയ്ക്ക്. അങ്ങനെ നന്മ ചെയ്ത് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.